മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലുടനീളവും തമിഴ്നാട്ടിലൊക്കെ യൂണിറ്റുകളുണ്ട്. 1967 ഫോം ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാണ്. ദുബായിലെ ഞങ്ങളൊരു യൂണിറ്റ് തുടങ്ങി അതിൻ്റെ അവിടെയും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് അതിൻ്റെ ഫലമായിട്ടാണ് കൊട്ടാരത്തിൽ ഒരു 10 വീട് വയ്ക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് തുടങ്ങാൻ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 പ്രാവശ്യം അറ്റൻഡ് നടത്തിയെങ്കിലും അതൊന്നും നടന്നു പോയില്ല. ഇപ്പോൾ പാർക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ റീയൂണൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. പെരുമാതുറയിലേക്ക് ഒരുപാട് പേരിക്കുന്ന അത്രയൊക്കെ അറിയാവുന്നതില്ല. ഞാൻ പണ്ട് പഴയ പെരുമാറക്കാരൻ തന്നെയാണ്. ഔദ്യോഗിക ജോലി സംബന്ധിച്ച് അന്ന് ഈ പെരുമാറുകളുടെ എല്ലാ ആൾക്കാരും ഇപ്പൊ 2 പേർക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും അറിയാമായിരുന്നു എന്ത് കാര്യത്തിലും എന്നെ വിളിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോ പോയ വൈദ്യുതി അതാണ് KC ഇപ്പോ നമ്മുടെ സാഹിബ് പറഞ്ഞു 1980 സ്ഥാപിതമായ MSS കേരളത്തിലെ എല്ലാ ജില്ലയിലും അതിനെ ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും യൂണിറ്റുകളും. ഞാൻ പറയാൻ കാര്യം കണിയാറിന്റെ യൂണിറ്റ് 2005 സ്ഥാപിതമായത്. കണിയാറിന്റെ യൂണിറ്റ് 2005 MSS ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപിതം. അതിന് ഞങ്ങളോട് വന്ന് സംസാരിച്ചിട്ട് വരികയാണ്. അതിന് കാരണക്കാരൻ ഒരു പെരുമാറക്കാരനാണ്. എല്ലാവർക്കും അറിയാം റിസാറിന്റെ ഡോക്ടർ നജീബ്. ഞാൻ പഠിക്കുന്ന ഞങ്ങൾ അയൽക്കാരായിരുന്നു. അദ്ദേഹം എനിക്കറിയാം ജനകീയ ഡോക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചാരിറ്റി ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കണിയാവരം ബേസ് ചെയ്തിട്ട് പെരുമാറ ബേസ്. അപ്പൊ ഞങ്ങള് കുറച്ച് ആലോചിച്ചു. അപ്പോ നമ്മളെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാരെ ചേർന്നിട്ട് എന്ത് സംരംഭം തുടങ്ങിയാലും അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് MSS എന്ന് പറഞ്ഞ സംഘടനയായിട്ട് നമുക്ക് ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം നടപ്പാക്കാമെന്ന് തീരുമാനിക്കുകയും. പക്ഷെ അദ്ദേഹം 2002 അദ്ദേഹം മരണപ്പെട്ടു. 2000 അടുത്ത വർഷങ്ങൾ നമ്മളത് കഴിയാതെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം നല്ല രീതിയിൽ ഏറ്റവും തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നല്ലവണ്ണം നടന്നു പോകുന്ന യൂണിറ്റാണ് കഴിയാതെ യൂണിറ്റ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഒരുപക്ഷെ നമ്മുടെ കരീം സാഹിബിനായിരിക്കും. നമ്മള് ആളുകളിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ആളുകളെ കണ്ടെത്തി. MSSന്റെ ഉദ്ദേശം അതാണ്. ആവശ്യക്കാരെ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് സഹായം ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നവർക്ക് സഹായം കൊടുക്കുന്നത് ഉപരിയായി ആവശ്യക്കാരെ കണ്ടെത്തി നമ്മൾ നമ്മുടെ സഹായം എത്തിക്കുക എന്നുള്ള ഒരു മാർഗമാണ് MSS. നല്ല വ്യക്തി നല്ല സമൂഹം എന്നതാണ് MSSന്റെ ആദർശ മുദ്രാവാക്യം. നല്ല വ്യക്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല സമൂഹം ഉണ്ടാവും. ആ ഒരു ആദർശ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1980 പ്രവർത്തിക്കുന്ന MSSന് പെരുമാറുക നമുക്കൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. നേരത്തെ നല്ലവണ്ണം പ്രവർത്തിച്ച യൂണിറ്റാണ്. പക്ഷെ ഇടയ്ക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ അതിന്റെ ഒരു പ്രവർത്തനം മന്ദീഭവിച്ചു. അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പെരുമാറക്കാർക്ക് ആ MSSന്റെ യൂണിറ്റിന് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല യൂണിറ്റായി എല്ലാ യൂണിറ്റുകളുടെയും ബെസ്റ്റ് യൂണിറ്റായിട്ട് തെരഞ്ഞെടുപ്പുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ. അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു യൂണിറ്റായി വരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള അതിന് പൊട്ടൻഷ്യൽ ഉള്ള ഒരു യൂണിറ്റാണ് പെരുമാറുക. നമ്മുടെ എല്ലാ MSSന്റെ അംഗങ്ങളും MSSന്റെ ആക്ടിവിറ്റീസിലെ കാര്യമായിട്ട് നിങ്ങളുടെ കുറച്ച് സമയം എല്ലാവരും നമ്മുടെ ഒരുപാട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുന്ന ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും MSSന്റെ ചാരിറ്റി ആക്ടിവിറ്റീസ് അത് പടച്ചവന്റെ ഭാഗത്ത് നമുക്ക് കൂലി കിട്ടുന്ന പ്രവർത്തനം. കാര്യം അതിനകത്ത് രാഷ്ട്രീയമില്ല, മറ്റേ നമ്മുടെ മതസംഘടനകളൊന്നുമില്ല, രാഷ്ട്രീയവും മറ്റുള്ള സംഘടന ഒന്നുമില്ലാതെ നമ്മുടെ ഒറ്റക്കാര്യം ഇവിടെ സഹായം
സഹായിക്കേണ്ടവർ, സഹായം ലഭിക്കേണ്ടവർ എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്താൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വേറെ പബ്ലിസിറ്റി ഒന്നുമില്ല, നമ്മുടെ നടന്നുള്ള പിരിവുകൾ അത് ഒന്നുമില്ല. എല്ലാം നമ്മുടെ അംഗങ്ങൾ തന്നെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അംഗങ്ങൾ കൊണ്ട് സ്പോൺസർ ചെയ്യുന്ന ആ തുക വെച്ചിട്ടാണ് ചാരിറ്റി ചെയ്യുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നമുക്ക് ഓഫീസ് മെഡിക്കൽ ഗൈഡൻസ് സെന്റർ ഒരു ഓഫീസുമായിട്ടുണ്ട്. കേരളത്തിലെ പല ഭാഗത്തു നിന്ന് രോഗികൾക്ക് അവിടെ കൂട്ടിരിപ്പുകാർക്ക് നമുക്കവിടെ സൗകര്യം, താമസ സൗകര്യം, ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സൗകര്യം കേരളത്തിലെ കാര്യം. ആശുപത്രി, ഒരുപാട് ആശുപത്രികൾ തിരുവനന്തപുരത്തും RCC, ശ്രീചിത്ര മെഡിക്കൽ കോളേജ്. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർക്ക് നേരത്തെ MS മാത്രം, ഇപ്പം പക്ഷേ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ സഹായങ്ങൾ, താമസ സൗകര്യം ഒരുക്കിയുള്ളൂ. എന്നാലും MSSന്റെ ആ ഒരു പേര് എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് MSSന്റെ അവിടെ താമസിക്കുകയും അവിടെ അതിന്റെ ആ ഒരു പ്രയോജനം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവരെല്ലാം തന്നെ അത് കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ പറയാറുള്ളൂ. പിന്നെ നമ്മള് പല പരിപാടികളും ഫുഡ് പൂർ എന്നുള്ള സ്കീം അത് പെരുമാറി യൂണിറ്റ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ആദ്യം കൊടുത്തിരുന്നേ അവിടെ 25 ഭക്ഷണ കിറ്റുകളെല്ലാം യൂണിറ്റ് 25 കഴിയാതെ 25 40 25 ആയിട്ടുണ്ട്. അത്ര ആൾക്കാരുടെ കൊടുക്കാം. അതിനുള്ള സഹായങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പെരുമാറി ഇത് കൊടുക്കേണ്ടവർക്ക് കണ്ടെത്തുക, പാവപ്പെട്ട വേണ്ട ആൾക്കാരെ കണ്ടെത്തുക, അത് നമുക്ക് കൊടുക്കാം. അത് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ഷെയർ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് പെരുമാറി യൂണിറ്റ് കൊടുക്കുക, അതും ആ കൂട്ടത്തിൽ കൊടുക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന് ജില്ലാ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ക്യാൻസർ ഫണ്ട് സ്കീം കൊണ്ട് നമുക്ക് പെരുമാറി കൊടുക്കുന്നുണ്ട്. ഒരുപാട് അതാണ് നമുക്ക് ഇത് ആവശ്യമുള്ളവർക്ക് അതിന്റെ ഒരു പ്രയോജനം ഒരു മാസ പെൻഷനായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഫണ്ട്, എന്തെങ്കിലും അത്യാവശ്യമുള്ള അസുഖങ്ങളോ എന്തെങ്കിലും സർജറി അതുപോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനുള്ള സഹായങ്ങൾ, അങ്ങനെ എല്ലാം നമ്മുടെ ആൾക്കാരിൽ സ്വരൂപിച്ച ആ തുക ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ചാരിറ്റി പടച്ചവന്റെ ആ ഒരു തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആൾക്കാർ തരുന്ന കോൺട്രിബ്യൂഷൻസ് അത് വേണ്ടപ്പെട്ടത് ചെയ്യുക. നമ്മളെ ആ ഒരു ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് MSS. തീർച്ചയായിട്ടും ഇന്നുകൊണ്ട് നിങ്ങളുടെ ഈ പുതിയ ഭാരവാഹികൾക്ക് എല്ലാ പാവങ്ങളും തരികയാണ്. അവർക്കും ആ ഒരു മാർഗത്തിൽ MSSന്റെ ആ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അതേ മാർഗത്തിൽ നിങ്ങൾ ഈ പെരുമാറുകളിൽ യൂണിറ്റിന് പ്രവർത്തിക്കാനാകട്ടെ. നമുക്ക് ഒരുപാട് പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നതിന് അറിയാം പെരുമാറുകളിൽ. അതിലെല്ലാം തന്നെ ഈ യൂണിറ്റ് ശക്തമാക്കിയിട്ടുണ്ട്. യൂണിറ്റിന്റെ ശക്തിയാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുക. അത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കും, തരാവുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു. പക്ഷെ യൂണിറ്റാണ് അതിന് എല്ലാ തരത്തിലും മുന്നോട്ട് വരുന്നത്. അത് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കണിയാമര യൂണിറ്റ്. അപ്പൊ എന്ത് ആവശ്യമുണ്ട് ഈ പെരുമാറി യൂണിറ്റ് എന്ത് ഇത് സംശയമുണ്ട് വളരെ MSSന്റെ റഫറൻസ് ആണ് അദ്ദേഹം. അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി. അദ്ദേഹം എല്ലാ സഹായങ്ങളും ചെയ്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുതിയ ഭാരവാഹികൾക്ക് എല്ലാ പാവങ്ങളും നേടുകയാണ്. ആദ്യമായി പുതിയ ഭാരവാഹികളെ അനുമോദിക്കുകയാണ്. പ്രദീപ് സാഹിബ് ആവശ്യപ്പെട്ടതുപോലെ MSSനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത്, അതായത് MSS 1900 സംസ്ഥാന കമ്മിറ്റി 1980 ജൂൺ മാസത്തിലാണ് ആദ്യമായി ആരംഭിക്കുന്നത്. JBSൽ നിന്നും കുറച്ച് ചില സാഹചര്യങ്ങളാണ് മാറി. പക്ഷെ എന്നാലും ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. JBS വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങളുണ്ട്. MSS കൂടുതൽ നൽകിയത് ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. മാതൃരാഷ്ട്ര മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അന്ന് PSC ചെയർമാനായ സാവൂർ സാറിന്റെ താല്പര്യപ്രകാരമാണ് തിരുവനന്തപുരത്ത് അന്ന് MSS ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിലാണ് ഊന്നൽ നൽകിയത്. നിങ്ങൾക്കറിയാം, ശ്രീചിത്രത്തിൽ ഇവിടെ RCCയിലൊക്കെ വരുന്ന പേഷ്യൻസിന് പലപ്പോഴും അവർ താമസിക്കാൻ തന്നെ വളരെ റേഡിയേഷനും കീമോയ്ക്കൊക്കെ വരുന്ന പേഷ്യൻസ്, അതുപോലെ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് കൂടെ വരുന്നവർക്ക് താമസിക്കാൻ ഭീമമായ ചെലവ് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ MSSനെ കുറിച്ച് ചിന്തിക്കാൻ പറയും. അത് നമ്മൾ MSS ഇതുപോലുള്ള സ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യൻ സമുദായത്തിൽ മാത്രമായിരുന്നു അന്ന് ഇങ്ങനെയുള്ള 2-3 മാർത്തോമ ഡീപോൾ എന്ന് പറയുന്ന 2 ദിവസം. അപ്പൊ നമ്മുടെ സഹോദരികളും താമസിച്ചു കിട്ടുന്ന ആ സ്ഥാപനമാണ്.
അങ്ങനെയാണ് FSSനെ കുറിച്ച് ചിന്തിക്കുകയും ശരിക്ക് അതിനാദ്യമായി നമ്മളൊരു വാടക ഘട്ടത്തിൽ ഇത് ആരംഭിച്ചു. അന്ന് സംസ്ഥാന കമ്മിറ്റി അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി 50,000 തരികയും 3-4 വർഷം അതിന്റെ വാടക 5,000 രൂപ വാടക വീണ്ടും ഫ്രൈഡേ ഫോറം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ വാടക ഘട്ടത്തിൽ നിന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു സ്ഥിരമായ നമ്മളൊരു സ്ഥലം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് അത് നമ്മുടെ ആഗ്രഹത്തോടുകൂടി നമ്മളത് ആൾക്കാരോട് അപ്രോച്ച് ചെയ്യുകയും അത് നമ്മുടെ അത് വളരെ ഇതായിട്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുകയും യൂസ്ഫുള്ളി സാഹിബ് നമ്മുടെ അമാരാജി അവരെല്ലാം സബ്സ്റ്റാൻഷ്യലായിട്ട് വളരെ പ്രോത്സാഹനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കുകയും അവിടെ ഒരു 3 നില കെട്ടിടം തീർക്കാനുള്ള ഒരു സാഹചര്യം വരികയും ഇന്നിപ്പോ ആ സ്ഥാപനത്തിൽ നമുക്ക് ഏതാണ്ട് 70 പേർക്ക് താമസിക്കാനുള്ള അത് ശരിക്കും നമുക്ക് ആ കാലത്ത് നമുക്കറിയാം ശാഖകൾക്കാരെ നമ്മുടെ സെയ്സാറൊക്കെ വളരെ പിന്തുണയാണ്. കാരണം അത് നമ്മുടെ സമുദായത്തിന്റെ ഒരു സ്ഥാപനമായിട്ട് അവിടെ നിന്നു. അതിനുശേഷമാണ് ഇപ്പം സെയ്സാർ CS അഭയകേന്ദ്രം സ്ഥാപനം പിന്നെ വന്നു. CSR തന്നെ തുടങ്ങാൻ കാരണം ശരിക്കും നോക്കിയാൽ ET മുഹമ്മദ് സാഹിബ് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങള് അന്നൊരു അവാർഡ് ദാനം കുട്ടികളുടെ ഈ +2 ഹയർ സെക്കൻഡറി അവാർഡ് ദാനത്തെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അപ്പൊ അദ്ദേഹം എന്തോ ഒരു ഇതെന്ന് വിചാരിച്ചിട്ടുണ്ടോ. അപ്പൊ അന്ന് അദ്ദേഹം കയറി മോളൊക്കെ നിലയിലൊക്കെ കയറി രോഗികളെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പറ്റി ഇങ്ങനൊരു സ്ഥാപനം വളരെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണെന്ന് അങ്ങനെ പാലക്കാട് പോയി അദ്ദേഹം സംസാരിക്കുകയും വിദ്യാലയമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് CSR വരുന്നത്. അത് കഴിഞ്ഞപ്പോ SYSന്റെ സ്ഥാപനമാണ്. എന്തായാലും നമ്മുടെ ഒരു കാഴ്ച അത് തുറന്നു കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥാപനങ്ങൾ വരികയും എന്തായാലും ഇപ്പൊ ഈ നിങ്ങൾക്കറിയാം എത്ര സ്ഥാപനം വന്നാലും അതിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അവിടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് തൽക്കാലം ഒരു നോമിനൽ സർവീസ് ചാർജ് മാത്രം ഈടാക്കിയിട്ടുണ്ട്. അതായത് ഡബിൾ അറ്റാച്ച്ഡ് മുറിയുള്ള ബാത്റൂം അറ്റാച്ച്മെന്റ് 150 രൂപ മാത്രം 2 പേർക്ക് വാങ്ങിക്കൊണ്ട് രാവിലെ 2 പേർക്കും 4 നേരത്തെ സൗജന്യ ഭക്ഷണം കൊടുത്താണ് നമ്മളിപ്പോൾ അവിടെ താമസിക്കുന്നത്. പിന്നെ റേഡിയേഷനും മറ്റും പോയി അതുപോലെ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് സംവിധാനമുണ്ട്. അതാണ് നമ്മുടെ പ്രധാന ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ക്രമേണ ഒരാശയം വരികയും അത് ക്യാൻസർ പേഷ്യൻസിനുള്ള പെൻഷൻ പദ്ധതി തുടങ്ങണം. അപ്പൊ ആദ്യകാലങ്ങൾ നമ്മൾ സംസ്ഥാന കമ്മിറ്റിക്കുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ 200 മാസം തോറും 250 രൂപ നമ്മള് മണി ഓർഡറായി അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് ക്രമേണ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ അബ്ദകാംക്ഷികളുടെ സഹോദരങ്ങളുടെയും സഹായത്തോടു കൂടി അത് 500 ആക്കാനും പിന്നെ 750 ആക്കാനും 1000 ആക്കാനും 1500 വരെ നമ്മൾ ആവശ്യം അങ്ങനെ ഏതാണ്ട് 100 ക്യാൻസർ പേഷ്യൻസ് മാസം തോറും നമ്മൾ അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ നമ്മുടെ അബ്ദകാംക്ഷിയിൽ ഒരാൾ തന്നെ ആവശ്യപ്പെട്ടിട്ട് ക്യാൻസർ മാത്രം പോരാ ഹൃദയം ലിവർ അതുപോലുള്ള രോഗികൾക്ക് കൂടെ സഹായം എത്തിക്കണം അങ്ങനെ വേറെ സ്കീം തുടങ്ങുകയും അവർക്ക് ഇതുപോലെ 10-75 പേർക്കുള്ള 1500 പേരുള്ള സഹായം നമ്മൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ അതിനുശേഷമാണ് അപ്പൊ നമ്മുടെ ഒരു പദ്ധതി ആലോചിച്ച് തുടങ്ങി അതിനുവരെ പടച്ചവന്റെ കൃപ കൊണ്ട് തീർച്ചയായിട്ടും അത് മുടക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഈ കിറ്റ് വിതരണം തന്നെ നമ്മളിപ്പം ആദ്യം തുടങ്ങിയ 500 രൂപയ്ക്കാണ് അല്ലെങ്കിൽ 500 പിന്നെ 750 ആക്കി 1000 രൂപ വില മേടിക്കുന്ന കിറ്റാണ് നമ്മൾ ഏതാണ്ട് 10-75 പേർക്ക് നമ്മൾ 5-6 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സ്കീം വഴി പിന്നെ അത് കഴിഞ്ഞപ്പാട് നമുക്ക് ഈ തണൽ നിങ്ങൾക്കറിയാം തണൽ ഡയാലിസിസ് സെന്റർ. അപ്പൊ പല രോഗികൾക്കും ഈ ഡയാലിസിസിന് വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇതിന്റെ എന്റെ ബന്ധുവാണ് ഡോക്ടർ ഫിറോസിന്റെ ഉമ്മക്ക് കിട്ടിയ സ്ഥലമാണ് അത് വഖഫ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കുറച്ച് ഫണ്ട് വന്നപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഫിറോസുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ 3 ഡയാലിസിസ് മെഷീൻ അവിടെ വാങ്ങിച്ചു കൊടുത്തു. 2 നമ്മുടെ ഫണ്ട് ചെയ്തു. വേറെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഒരു മെമ്പർ അബ്ദകാംക്ഷിയായ ഒരു സഹോദരന്റെ സഹായത്തോട്ട് 3 മെഷീൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഫ്രീ ഡയാലിസിസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നടന്നു പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പെരുമാറയിൽ ഇതുപോലെ പിന്നെ നേരത്തെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലത്തീഫ് സാഹിബിന്റെ ഒക്കെ താല്പര്യ പ്രകാരമാണ് കൊട്ടാരത്തുരുത്തില് നമ്മുടെ സഹോദരൻ 54 സെന്റ് സ്ഥലം ഒക്കെ ചെയ്ത് തരികയും അവിടെ ദുബായ് യൂണിറ്റ് അദ്ദേഹം ലത്തീഫൊക്കെ ഉള്ള സമയത്ത് തന്നെ ദുബായ് യൂണിറ്റിന്റെ ഫണ്ട് കൂടി 60 ലക്ഷം രൂപ മുടക്കി അവിടെ 10 ഭവനങ്ങൾ നിർമ്മിക്കുകയും ആണ്. പക്ഷെ ബാക്കി ഇനി കുറെ സ്ഥലം നമുക്ക് കിടക്കും. അപ്പൊ നമ്മുടെ അടുത്തൊരു പദ്ധതിയായിട്ട് കുറച്ച് ഭവനങ്ങൾ കൂടി നിർമ്മിച്ച് കുറച്ചു പേർക്ക് കൂടെ സഹായിക്കണം എന്നുള്ളൊരു പദ്ധതിയായിട്ട്
മുമ്പോട്ട് പോവുകയാണ്. അത് അള്ളാഹുവിന്റെ കൃപ നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഈ സ്ഥാപനം ശരിക്കും നോക്കിയാൽ യൂണിറ്റില് സ്ഥാപനം ശരിക്കും നോക്കിയാൽ മറ്റ് നമുക്ക് പാതാമണ യൂണിറ്റ് ഉണ്ട്, കരയാട് യൂണിറ്റ് ഉണ്ട്, കണിയാമണ യൂണിറ്റ് ഉണ്ട്. പക്ഷേ ഒരു സ്ഥാപനം MSSന്റെ സ്ഥാപനം യൂണിറ്റുള്ള സ്ഥാപനം എന്ന് പറഞ്ഞാൽ പെരുമാറുകയാണ്. ആ സ്ഥലവും അവരും അപ്പൊ നമുക്ക് ഉള്ള ബുദ്ധിമുട്ടെന്ന് യൂണിറ്റ് പലതവണ നമ്മൾ 1-2 തവണ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ മീറ്റിങ്ങൊക്കെ ഞാൻ മീറ്റിങ്ങൊക്കെ വന്നതാണ്. പിന്നെ അതങ്ങനെ വന്നു. പിന്നെ തീർച്ചയായിട്ടും ലത്തീഫ് സാഹിബ് റിട്ടയർ ചെയ്ത് വന്നു. അപ്പൊ ഫറൂഖ് സാഹിബ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫറൂഖ് സാഹിബ് പിടിച്ചാണ് നമ്മുടെ യൂണിറ്റ് ഒരു രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്തായാലും അല്ലെങ്കിലും അതൊരു നല്ലൊരു ആരംഭം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. പുതിയ അംഗങ്ങളെ ചേർത്തും പുതിയ ആൾക്കാരെ യുവത്വത്തിൽ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് സംരംഭം മുമ്പോട്ട് കൊണ്ടു നമ്മളൊരു പദ്ധതി കൊണ്ടുവന്നാൽ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സംവിധാനം. കാരണം ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്ക് ഡെയിലി വന്ന് ഇത് നോക്കാൻ പോകില്ല. അപ്പൊ തന്നെ ഈ ഭവനം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവരത് നേരെ സൂക്ഷിക്കുന്നുണ്ടോ, അവിടുത്തെ എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ആ കെട്ടിടങ്ങൾക്ക് നാശം സംഭവിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കേണ്ട യൂണിറ്റിനെ പറ്റും. അല്ല ഡെയിലി എല്ലാ കമ്മിറ്റിക്കും ഇപ്പോൾ ലത്തീഫ് സാഹിബ് ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലത്തീഫ് സാഹിബ് നസറുല്ലാ സാഹിബ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. അവിടെ എത്രത്തോളം അവർക്ക് ഡെയിലി വരാൻ പറ്റുന്ന ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് തന്നെ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഒരു പദ്ധതികൾ കൊണ്ടുവരണമെങ്കിൽ ആ രീതിയിൽ യൂണിറ്റ് ബലപ്പെടുത്താൻ മാത്രമേ നമുക്ക് ആ ഒരു സംവിധാനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല, ഇതിനകത്ത് വേറെ രാഷ്ട്രീയ താല്പര്യമില്ല. ഒരു നമ്മുടെ MSS സംബന്ധിച്ചുള്ള അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. മുജാഹിദുകാരുണ്ട്, ജമാഅത്തുകാരുണ്ട്, സുന്നിയുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനകത്ത് ഒരു വിഭാഗീയത MSS വെക്കാറില്ല. അങ്ങനെ വെക്കാറില്ല. MSS കോഴിക്കോട് തന്നെ MSS ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഈ വിഭാഗം എല്ലാവരും വരാറുണ്ട്. കാരണം എല്ലാവരും അതിനകത്തുണ്ട്. പക്ഷെ ആരും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു കോൺട്രവേഴ്സിക്കോ കോൺഫ്ലിക്റ്റിനോ നമ്മൾ പോകാറില്ല. അത് അവരവരുടെ കാര്യം. പക്ഷെ ഇത് നമ്മൾ ഒരു സാധുര ശുശ്രൂഷ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യം. ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. യൂണിറ്റ് ഇങ്ങനെ വന്ന് പ്രോത്സാഹിക്കും. അത് താല്പര്യമുണ്ട്, ലത്തീഫും താല്പര്യമുണ്ട്. ഏതായാലും ആ യൂണിറ്റ് വേണം. യൂണിറ്റ് വന്നാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചില പ്രോജക്ട്സ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നമുക്ക് പ്രോജക്ട്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും സ്പോൺസേഴ്സിനെ കണ്ടെത്താം. അപ്പൊ അത് നമ്മൾ ഒരുപാട് നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്. കാരണം ധനമുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് പക്ഷേ ഇത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നേരെ വണ്ണം ഇത് എത്തണം അല്ലെങ്കിൽ ചെയ്യണം എന്നോ ആഗ്രഹമുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ ഫിസിക്കലായിട്ട് ചിലപ്പോൾ ഇറങ്ങി പക്ഷേ സമ്മതം. അത് നമുക്ക് MSS സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാൻ നമ്മുടെ 10-400 പേരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഈ വീട് വിടാതെ കയറി ഇറങ്ങി അങ്ങനെ ഒരു സംവിധാനം ചെയ്യാറില്ല. കാരണം നമ്മൾ റമദാൻ വരെയാണ് നമ്മുടെ ഈ 10-400 രൂപക്ക് ഒരു അപ്പീൽ നമ്മുടെ സ്കീമിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ വരാണ്. കാരണം ഇത് ജില്ലാ കമ്മിറ്റിയുടെ പദ്ധതികൾ നടത്തിക്കൊണ്ട് പോകാൻ തന്നെ ഏതാണ്ട് ഒരു വർഷം 10-40 ലക്ഷം രൂപയിൽ കൂടുതൽ ആകുന്നു. പക്ഷെ അതെന്നില്ല ഇതുവരെ അതിന്റെ ഒരു പദ്ധതികൾക്ക് പടച്ചവന്റെ ഇതുകൊണ്ട് കോട്ടം വന്നിട്ടില്ല, നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഹോസ്റ്റൽ സംവിധാനം തൊട്ട് ആദ്യത്തെ ഈ ഗൈഡൻസ് കഴിഞ്ഞാൽ പിന്നെ ഒരു 18 സെന്റ് സ്ഥലം തൊട്ടടുത്ത് തന്നെ വാങ്ങിക്കുകയും ഒരു 3 നില ഹോസ്റ്റൽ സംവിധാനം ലേഡീസ് ഹോസ്റ്റലിന് വേണ്ടി. കാരണം അതൊരു ഇത് വന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള സംവിധാനം സബ്സിഡൈസ് രീതിയിലുള്ള ഹോസ്റ്റൽ സംവിധാനം കൊണ്ടുവന്നു. പക്ഷെ അത് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ലേഡീസിന്റെ ഹോസ്റ്റല് പുരുഷന്മാരെ നടത്തുക എന്നുള്ളത് വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത്രയും നടത്തി കഴിഞ്ഞ 2 വർഷം മുന്നേ അത് നിർത്തലാക്കി. ഇപ്പൊ ആ കെട്ടണം സൈലം കോച്ചിങ് സെന്റർ NEETന്റെ കോച്ചിങ് സെന്ററിലുള്ള പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലായി അത് വാടകയ്ക്ക് എടുക്കുക. അപ്പൊ നമുക്ക് ആ കിട്ടുന്ന വാടക കൂടെ ഈ ഗൈഡൻസ് സെന്ററിന് ഇതുപോലെ രോഗികൾക്കും കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. പിന്നെ അതിന് പ്രവർത്തിക്കുന്നവരാരും ശമ്പളമോ മറ്റേ അലവൻസോ ഒന്നും എടുക്കാറില്ല. എല്ലാം സ്വന്തം പെട്രോൾ ഒഴിച്ച് സ്വന്തം ചെയ്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ കോഴിക്കോടൊക്കെ മീറ്റിംഗ് പോയി MSSലൊക്കെ ആണെങ്കിൽ എനിക്കൊരു DA ഒക്കെ കിട്ടും. നമ്മുടെ ആർക്കും DA കൊടുക്കാറില്ല. കാരണം DA ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് എന്താ താല്പര്യപ്രകാരം നമ്മൾ പോവുക, അറ്റൻഡ് ചെയ്യാൻ പോവുക, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാം, മാക്സിമമായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാം. ഇത് നമ്മുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഇതിന്റെ നമ്മൾ ചെയ്യുന്നതിന്റെ കൂലി മോഡൽ നമുക്ക് തരണം, ലഭിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രം. പിന്നെ ഇവിടെ തന്നെ അറിയാം, കഴിഞ്ഞവണയൊക്കെ തന്നെ MSSന്റെ ഭാരവാഹി ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഞാൻ ലത്തീഫൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആരെ ഏറ്റെടുക്കാറില്ല, ആൾക്കാരെ ഏറ്റെടുക്കില്ല. കാരണം ഇന്ന് നമ്മൾ ചില ഇത് ചെയ്യുന്നതല്ലാതെ നമുക്ക് ഇങ്ങോട്ടൊന്നും കൊടുക്കില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ട്. അപ്പം ഒരു നല്ലൊരു സെറ്റ് പുതിയ തലമുറ വന്നാൽ മാത്രമേ ഇതിനെ തുടർന്ന് കൊണ്ടുപോകാനുള്ളൂ. കാരണം നമ്മൾ അസറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഏതാണ്ട് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം 6-7 കോടി രൂപയുടെ അസറ്റ് ഉണ്ട് ഓൾറെഡി. ഈ ഇതൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംഗതി വളരെയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. സമ്പത്തല്ല പ്രശ്നം, പക്ഷെ നടത്തിക്കൊണ്ടുപോകാനാണ് നല്ലൊരു ടീമിനെ കിട്ടുക എന്നുള്ളത്. സമ്പത്ത് നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് എന്റെ അനുഭവം അതാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും, ആൾക്കാർക്ക് വിശ്വാസം തോന്നുന്നു. അദ്ദേഹത്തിന്റെ പൈസ ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ സംഘടനയെ പൈസ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വേറെ പോകില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യങ്ങൾ പൈസ കിട്ടും. അതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. കാരണം ഒന്നും സീറോയിൽ തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഞങ്ങൾ ഈ സ്ഥാപനം ഗൈഡൻസ് ആരംഭിക്കണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇത് അവിടെ പൈസ ഒന്നുമില്ല, ഒരു പൈസയും ഇല്ല. അപ്പൊ എങ്ങനെ നടക്കും? സ്ഥലം വാങ്ങിക്കാൻ പൈസ വേണം. അന്ന് 1.5 ലക്ഷം രൂപ സ്ഥലത്തിന് അന്ന് സ്ഥലം കിടക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു വിദേശ കമ്മീഷൻ ക്യാൻറ്റീനിലുള്ള ഡോക്ടർ അപ്പൊ തന്നെ അത് 1990 തൊണ്ണൂറിലാണ് അദ്ദേഹം 2 ലക്ഷം രൂപ ചെക്ക് എഴുതി നമ്മളെ തന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും കൊണ്ടുപോകുന്ന പറഞ്ഞത്. അദ്ദേഹത്തിന്റെയൊക്കെ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ വളരെയധികം ഇതായിട്ട് സഹകരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് ഒരു പ്രശ്നമല്ല എന്നാണ് എന്റെ അനുഭവം. അപ്പൊ ആ രീതിയിൽ അല്ല ദൈവനും അറിയാം. കാരണം ദുബായിലൊക്കെ തന്നെ അവർ ഒരുപാട് അവിടെയൊക്കെ MSS സംബന്ധിച്ചിടത്തോളം രക്തം കൊടുത്തല്ലേ, രക്തം കൊടുത്താണ് അവിടുത്തെ അംഗങ്ങൾ രക്തം കൊടുത്താണ് ആ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കില്ല. ഇതൊക്കെ അതിനകത്ത് ഇൻവോൾവ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ആ യൂണിറ്റിൽ പോയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ആ രീതിയിലുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ കിട്ടിയാൽ മതി നമുക്കിതുപോലെ. കാരണം നിങ്ങൾക്ക് 2 സ്ഥാപനം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്ഥാപനം പ്രധാനമായിട്ടുണ്ട്. ആ കൊട്ടാരത്തിലുള്ള കെട്ടിടമുണ്ട്, കനാൽ ഡയാലിസിസ് സെന്ററും. ഇത് രണ്ടും ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് മാക്സിമം ആൾക്കാർക്ക് സഹായം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കണം. അത് യൂണിറ്റ് ശക്തിപ്പെട്ടാൽ മാത്രമേ ഇത് കാര്യം നടക്കൂ. കാരണം ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ അവിടത്ത് വന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം പലപ്പോഴും വരാം, ബാക്കിയുള്ള സപ്പോർട്ട് എല്ലാം തരാം, നമുക്ക് ചെയ്തതിന് കുഴപ്പമില്ല. അതുപോലെ ഇവിടെ ഏതെങ്കിലും രോഗികളോ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഗൈഡൻസ് മെഡിക്കൽ ഗൈഡൻസ് അതുപോലെ ഈ കൊട്ടാരത്തിൽ തന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ പ്രപ്പോസലിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഉള്ള ഏതെങ്കിലും ക്യാൻസർ രോഗികൾ അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടത്ത് അത് കഴിഞ്ഞ് അങ്ങനെ രോഗികളെ ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ താമസിച്ച് ചികിത്സ നടത്തി കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രവർത്തനവും എല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാവും എന്ന് തോന്നുകയാണ്. പ്രൊഫസർ പറഞ്ഞൊരു അനക്കം കിട്ടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് ഞങ്ങൾക്ക് ഇത്രയും താല്പര്യം എടുക്കാൻ കാരണം. ഇടയ്ക്ക് മടിച്ചു നിൽക്കാറ്, കാരണം ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ പെട്ടതല്ല, പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് അത് ആക്റ്റീവായി. അപ്പൊ ബാക്കി ഇത്രയും പേര് കൂടി നിങ്ങളെല്ലാം കൂടെ സഹകരിച്ച് പ്രൊഫസറും ആ ടീമും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആ രീതിയിൽ വരട്ടെ എന്ന് സർവശക്തനായ എല്ലാവരോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ ഒത്തുകൂടി ഇത്രയും പേര് ഒത്തുകൂടുകയും ഞങ്ങളുടെ കയ്യിൽ ഇവിടെ വന്ന് ഈ രീതിയിൽ പങ്കെടുത്ത് ഈ ഇതുമായിട്ട് സഹകരിക്കാൻ വന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.